സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നത്തെ ന്യൂസുകളിലൊക്കെ ഇന്നലത്തോടെയൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്നൊരു സംഭവമാണ്. കൂത്തുപറമ്പ് എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. കൂത്തുപറമ്പിൽ ഒരു വയോധിക ജാനകി എന്ന് പറയുന്ന ഒരു പ്രായമായ സ്ത്രീ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പം ഒരു ജുപ്പിറ്റർ സ്കൂട്ടറെ വന്നിട്ട് ഹെൽമറ്റ് ധരിച്ച ഒരാൾ അവരുടെ ഒരു പവൻ്റെ ഒരു മാല പറിച്ചുകൊണ്ട് പോയി. അത് ഒരു ഇതൊക്കെ ബഹളമൊക്കെ ആയി. തെരഞ്ഞു പിടിച്ച് CCTV ദൃശ്യങ്ങളൊക്കെ തെരഞ്ഞു പിടിച്ച് നോക്കിയപ്പം ഇതിലെ പ്രതി അവിടുത്തെ കൂത്തുപറമ്പിലെ നഗരസഭ കൗൺസിലർ, അതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായിട്ടുള്ളൊരു കൗൺസിലറാണ് ഈ പ്രതി. അദ്ദേഹത്തിൻ്റെ പേര് രാജേഷെന്നോ മറ്റോ, രാജേഷാണ്. ഇപ്പം ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ അയ്യപ്പൻ്റെ സ്വർണം ഒക്കെ കിലോ കണക്കിന് അടിച്ചു മാറ്റുമ്പോൾ അപ്പോഴത്തേന് ഈ ചോട്ട നേതാക്കന്മാർക്കൊക്കെ തന്നെ ഒരു മനസ്സിലൊരു ഇത് തോന്നിയുടെ ഇവരൊക്കെ ഇത് അടിച്ചു മാറ്റുന്നു, ഞങ്ങളൊക്കെ ഇനി എന്തോ ചെയ്യും, ഏതായാലും ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഭരണമൊന്നുമാണ് ഇനി നഷ്ടപ്പെടാൻ പോവുക. അപ്പോൾ പിന്നെ കിട്ടുന്നതൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ അടിച്ചു മാറ്റുക. അതിനായിട്ട് അദ്ദേഹം കണ്ടെടുത്ത ഒരു വഴി, സ്വന്തം അടുത്തുള്ള അദ്ദേഹം അവിടെ സ്ഥിരമായിട്ട് പോവുകയും വരികയൊക്കെ ചെയ്യുന്ന ആളെന്നൊക്കെയാണ് ഇപ്പം അറിയുന്നത്. അത് അവിടെ പോയി ഹെൽമറ്റുമൊക്കെ വെച്ച് ഈ ഒരു പവൻ്റെ മാല അദ്ദേഹം അടിച്ചു മാറ്റി. അപ്പോൾ ഇനിയും കേരളത്തിൽ സാധാരണ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. ഏതൊരാളും വന്ന് നമ്മുടെ കഴുത്തേലെ പറിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കും. അതിന് നമ്മൾ ഒരു സൂക്ഷ്മത നമുക്ക് വേണം. കാര്യം അയ്യപ്പൻ്റെ സ്വർണം കട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ നേതാക്കന്മാരെ കട്ടു, പിന്നെ എനിക്ക് കാക്കാൻ വയ്യ എന്ന് സാധാരണക്കാർ ചിന്തിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.